ക്യൂട്ടായ കളിപ്പാട്ടമോ പാവയോ കണ്ടാൽ അത് സ്വന്തമാക്കാൻ ഏത് കുട്ടിയാണ് വാശി പിടിക്കാത്തത്? എന്നാൽ ഭംഗിയില്ലാത്ത കളിപ്പാട്ടമാണെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കുക പോലുമില്ല. ഇവിടെയാണ് രസകരമായ ട്വിസ്റ്റ്. നീണ്ട ചെവിയും ഉന്തിയ പല്ലും ഉണ്ടക്കണ്ണുമായ ഒരു പാവയെ വിറ്റ് കുട്ടികളുടെ മനം കവർന്നിരിക്കുകയാണ് പോപ്പ് മാർട്ട് ഉടമ വാങ് നിങ്. ഒരുപക്ഷെ ഇയാളുടെ പേര് പറഞ്ഞാൽ അധികം ആർക്കും മനസ്സിലാകില്ല. ലബൂബു എന്ന് പറഞ്ഞാൽ കുട്ടികൾ മുതൽ ജെൻസികൾ വരെ അറിയും. ലബൂബു എന്ന അഗ്ലി ക്യൂട്ടായ പാവയെ വിറ്റാണ് ലോക സമ്പന്നരുടെ പട്ടികയിൽ വാങ് നിങ് ഇടം പിടിച്ചത്. കുട്ടികളുടെ ഇഷ്ടപാവയായ ലബൂബുവും വാങ് നിങ്ങും ഇപ്പോൾ ആഗോളതലത്തിൽ തരംഗമാണ്. ഫോർബ്സ് മാഗസിനിൽ ഇടം പിടിച്ച ലബൂബിന്റെ സ്രഷ്ടാവിനെ തേടിയുള്ള അന്വേഷണമാണ് വാങ് നിങ്ങിലെത്തിയത്. കോമിക്സും ഫോൺ ആക്സസറിയും വിറ്റിരുന്ന 38-കാരനായ ചൈനക്കാരനായ യുവാവാണ് വാങ് നിങ്. ചെറിയ രീതിയിൽ വ്യാപാരം ആരംഭിച്ച വാങ് നിങ്ങിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് പാവ കച്ചവടമായിരുന്നു. അതും വെറും പാവയല്ല, മറിച്ച് ലബൂബു എന്നറിയപ്പെടുന്ന രാക്ഷസ പാവ. 2010 ബീജിംഗിലെ ടെക് ഹബായ സോങ് ഹുവാൻ കുനിൽ വാങ് തന്റെ ആദ്യത്തെ കളിപ്പാട്ട കമ്പനിയായ പോപ്പ് മാർട്ടിന്റെ സ്റ്റോർ തുറന്നു. തുടക്കത്തിൽ കോമിക്സും ഫോൺ ആക്സസറിയുമായിരുന്നു ഇവിടെ വിറ്റിരുന്നത്. എന്നാൽ വിപണിയിലെ സാധ്യത തിരിച്ചറിഞ്ഞ വാങ് പാവ വിൽപ്പനയിലേക്ക് തിരിഞ്ഞു. 2016 പ്രശസ്ത ആർട്ടിസ്റ്റ് കെന്നി വോങ്ങുമായി സഹകരിച്ച് മോളി ഡോൾ സീരീസ് അവതരിപ്പിച്ചു. ഇത് പെട്ടെന്ന് ക്ലിക്കായി. തുടർന്ന് നടത്തിയ പരീക്ഷണമാണ് വാങ്ങിനെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയത്. വിടർന്ന കണ്ണുകളുള്ള പാവയെ കുട്ടികൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇതോടെ വാങ് നിങ്ങിന്റെ രാശി തെളിഞ്ഞു എന്ന് പറയാം. ലാണ് ലബൂബു ആദ്യമായി പുറത്തിറങ്ങിയത്. തുടക്കത്തിൽ ഈ പാവയെ ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. എന്നാൽ 4 വർഷത്തിന് ശേഷം പതുക്കെ കുട്ടികൾ ലബൂബിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇതോടെ ഈ പാവ ആഗോള വിപണിയിൽ ഇടം പിടിച്ചു. പ്ലഷ് കളിപ്പാട്ടങ്ങൾ, വിനൈൽ രൂപങ്ങൾ, ബ്ലൈൻഡ് ബോക്സ് നിഗൂഢത എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ ഈ പാവകൾ ലഭ്യമായി തുടങ്ങി. ഹോങ്കോങ് കലാകാരനായ കാസിംഗ് ലങ് രൂപകൽപ്പന ചെയ്ത ലബൂബു കളിപ്പാട്ടങ്ങൾ ഒരു ബ്ലൈൻഡ് ബോക്സിലാണ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നത്. ബോക്സ് തുറക്കുന്നതുവരെ ഉപഭോക്താക്കൾക്ക് ഏത് രൂപം ലഭിക്കുമെന്ന് അറിയാൻ സാധിക്കില്ലായിരുന്നു. അതായത് കടയിൽ കയറി ഇഷ്ടപ്പെടുന്ന ലബൂബു തിരഞ്ഞെടുത്ത് വാങ്ങാൻ കഴിയില്ല. ഉപഭോക്താക്കൾക്ക് ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിനപ്പുറം ഒരു ഭാഗ്യ പരീക്ഷണം കൂടിയായിരുന്നു ഇത്. ഈ സർപ്രൈസ് സ്വഭാവം ജെൻസികളെ ആകർഷിച്ചു. ഇതോടെ ലബൂബ് ഹിറ്റായി. ഇതോടെ പോപ്പ് മാർട്ട് ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ വാങ് നിങ്ങിനെ ചൈനയിലെ ഏറ്റവും ധനികരായ 10 ശതകോടീശ്വരന്മാരിൽ ഒരാളാക്കി മാറ്റി. പിന്നീട് അങ്ങ് ലബൂബു പാവ ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ തരംഗമായി. ഈ പാവ ഇപ്പോൾ ആഗോള പോപ്പ് സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. റിയാന, ഡ്യുവാലിപ്, ബ്ലാക്ക് പിങ്കിലെ ലീസ എന്നിവർ ലബൂബിന്റെ കടുത്ത ആരാധകരാണ്. ഇന്ത്യയിലുമുണ്ട് ലക്ഷക്കണക്കിന് ആരാധകർ. അങ്ങനെ കുട്ടികളുടെ ബാഗിലെ കീ ചെയിനിൽ വരെ ലബൂബു ഇടം പിടിച്ചു കഴിഞ്ഞു.